ഓവനില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? നല്ല പഴുത്തൊരു മാങ്ങ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്ത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കി എടുക്കും. ശേഷം അത് പാനിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഞാനെടുത്ത മാങ്ങയ്ക്ക് കുറച്ച് മധുരം കുറവായതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇടുന്നത്. ഫ്ലേവറിന് വേണ്ടി ഒരു അര നാരങ്ങ നീരും കൂടി ചേർക്കാം. ഈ ഒരു ഗ്ലാസ്സാണ് ഞാൻ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നത്. ഇത് 200 ml ഗ്ലാസ്സാണ്. ഒരു ഗ്ലാസ് മൈദയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ml ആണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും. ഇതെല്ലാം കൂടി നല്ലവണ്ണം അരിച്ചെടുത്താൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാവും. ഇങ്ങനെ അരിച്ചെടുക്കുന്നതിലൂടെ പൊടികളെല്ലാം നല്ല രീതിയിൽ മിക്സ് ആകും, കേക്ക് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് 3 മുട്ട നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ബ്ലെൻഡർ ഇല്ലാത്തവർക്ക് മിക്സിയിൽ അടിച്ചാലും മതി. എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയും വാനില എസൻസും പൊടികളും എടുക്കാൻ ശ്രദ്ധിക്കണം. ഈതനാണ് ഇന്നെന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. മുട്ട നല്ല രീതിയിൽ പതപ്പിച്ചെടുത്തില്ലെങ്കിൽ കേക്ക് മുട്ടയുടെ ടേസ്റ്റ് ഉണ്ടാവും. മുട്ട അടിച്ചതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോ ബട്ടർ ഉരുക്കിയതോ ചേർക്കാം. ബട്ടർ അൺസോൾട്ടഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ ആദ്യം തയ്യാറാക്കിയ മാംഗോൻ്റെ പ്യൂരിയും ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിരുന്ന ട്രേയിലേക്ക് മാറ്റാം. ട്രേയുടെ അടിയിലായിട്ട് A4 പേപ്പറിൽ ബട്ടറോ സൺഫ്ലവർ ഓയിലോ തേച്ചതോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ യൂസ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമ്മളുടെ ഓവൻ 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ ലോ ഫ്ലെയിമിൽ വെക്കാം. എൻ്റെ ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത് വലിയൊരു അലുമിനിയം പാത്രത്തിനകത്തോ ഇഡ്ലി ചെമ്പിനകത്തോ ഒരു സ്റ്റീലിൻ്റെ റിങ്ങോ ഒരു ചെറിയ പിഞ്ഞാണമോ കമത്തി വെച്ച് അതിന് മുകളിലായി കേക്ക് ടിൻ വെച്ച് ലൈറ്റായിട്ട് അടച്ച് 25 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കേക്ക് റെഡിയാവാറുണ്ട്. കേക്കിനിടയിലുള്ള ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടി മാങ്ങ ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇളക്കി ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വയ്ക്കാം. ഇത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഉണ്ടാക്കിയ മാംഗോ പ്യൂരിയുടെ കുറച്ച് ഭാഗവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മാംഗോൻ്റെ ടേസ്റ്റുള്ള വിപ്പിംഗ് ക്രീം റെഡി ആയിരിക്കും. ഇനി നമുക്ക് ഇഷ്ടമുള്ള അത്ര ലെയറായി കേക്കിനെ കട്ട് ചെയ്ത് ഇഷ്ടമുള്ള പോലെ ഫില്ലിങ്സ് എല്ലാം കൊടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് മുറിക്കാനായതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്തത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് നോക്കിയാലോ? ഓവൻ 15 മിനിറ്റ്സ് എങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കിയാൽ കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോവുകയും വേവാതിരിക്കുകയും ചെയ്യും. കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരു ടൂത്ത് പിക്ക് എടുത്ത് സെൻറ്ററിൽ കുത്തി നോക്കിയാൽ ടൂത്ത് പിക്ക് ക്ലീൻ ആണെങ്കിൽ കേക്ക് ഇസ് പെർഫെക്റ്റ്ലി ബേക്ക്ഡ്. വീട്ടിലുണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം.